നമസ്കാരം. ഉള്ളത് പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ള 2019 ഒതുങ്ങി നിൽക്കുന്നതല്ല. 2019 ക്രമക്കേട് നടത്തി സ്വർണം ചെമ്പാക്കി മാറ്റി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അറിയേണ്ടത് 2025 നടത്തിയത് ക്രമക്കേടല്ലാതെ മറ്റെന്താണ് എന്നതാണ്. കഴിഞ്ഞ വർഷം സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ക്രമക്കേടാണെന്ന് കണ്ടെത്തിയതാണ് സ്വർണ്ണക്കൊള്ളയിലേക്ക് അന്വേഷണം തുടങ്ങാൻ കാരണം. അപ്പോൾ കഴിഞ്ഞ വർഷം അറ്റകുറ്റപ്പണിക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് എല്ലാം പാലിച്ചാണെന്ന് ദേവസ്വം മന്ത്രിക്കും PS പ്രശാന്തിനും എങ്ങനെ പറയാൻ കഴിയും? അന്വേഷണം ഈ ദിശയിലേക്ക് നീങ്ങുമ്പോഴും പോറ്റിയോടൊത്ത് ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടവർ മറുപടി പറയേണ്ടി വന്നിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് വലിയൊരു കടമ്പയ്ക്ക് മുന്നിലാണ്. ചാടിക്കടക്കുക അത്ര എളുപ്പമല്ല. കോടതിയും ഈ ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞു. കട്ട സ്വർണം എവിടെ? 2019 കട്ടിളപ്പാളിയിൽ നിന്നും ദ്വാരപാലക ശില്പപ്പാളിയിൽ നിന്നും തനി തങ്കം പോയെന്ന കാര്യത്തിൽ സംശയമില്ല. ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും ഇത് സാധൂകരിക്കുന്നതാണ്. സ്വർണം ചെമ്പാക്കിയ ഉത്തരവും പുറത്തു വന്നു. അത് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടുകളിൽ ഇടവും നേടി. ഏതാണ്ട് 4 കിലോ സ്വർണം, അതായത് 500 പവൻ സ്വർണം നഷ്ടപ്പെട്ടെന്നാണ് കണക്ക്. ഇതിൽ കണ്ടെടുത്തത് ഏതാനും ഗ്രാം മാത്രം. പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കുന്നതാണ് തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ കഴിയാതെ വരുന്നത്. ഒരു പ്രതി മുരാരി ബാബുവിന് ജാമ്യവും കിട്ടി. പ്രതിസ്ഥാനത്ത് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ഞാൻ ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായിട്ടുമാണ് എൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത്. അതുകൊണ്ട് എന്റെ മനസ്സാക്ഷിക്ക് മുന്നിൽ ഞാൻ പ്രതിസ്ഥാനത്തല്ല. പ്രതിസ്ഥാനത്താണെന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. സത്യസന്ധമായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. ശരിയായ ദിശയിലാണ് അന്വേഷണം പോകുന്നത്. അപ്പൊ അതിനിടയിൽ അതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായത്തിന് ഞാനില്ല. നമുക്ക് കാണാം, വരട്ടെ. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു, ഞങ്ങളുടെ പ്രത്യേകിച്ച് എന്റെ അല്ലെങ്കിൽ ഈ ബോർഡിന്റെ 2 വർഷത്തെ പ്രവർത്തനം സത്യസന്ധമായും സുതാര്യമായും ഭക്തിനിർഭരമായുമായിരുന്നു. ആ കാര്യത്തിൽ ഞാൻ എന്റെ മനസാക്ഷിയോടാണ് ഞാൻ മറുപടി പറയേണ്ടത്. അതുകൊണ്ട് എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ പൂർണ്ണമായും തൃപ്തനായിട്ടാണ് ഈ ബോർഡിന്റെ പടിയിറങ്ങി പോകുന്നത്. 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ കഴിഞ്ഞ വർഷത്തെ സ്വർണം പൂശലും ദുരുദ്ദേശത്തിലാണെന്ന സംശയം ശക്തമാവുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞാണ് ഇതുവരെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിരോധം തീർത്തിരുന്നത്. പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടില്ല. പകരം ദേവസ്വം അധികാരികൾ ചെന്നൈയിൽ എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഈ വാദത്തിൽ നേരത്തെ തന്നെ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചതാണ്. ദേവസ്വം മാനുവൽ പ്രകാരം സന്നിധാനത്ത് വെച്ച് മാത്രമേ അറ്റകുറ്റപ്പണി നടത്താവൂ. ഇത് ലംഘിച്ചാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ഹൈക്കോടതി നിയോഗിച്ച ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ ഈ വിവരം അറിയിച്ചതുമില്ല. അതുമാത്രമല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതി സ്വർണ്ണപ്പാളികൾ ഇളക്കാൻ അനാവശ്യ തിടുക്കം കാട്ടിയത് സംശയകരമാണെന്നും ഹൈക്കോടതി സെപ്റ്റംബറിൽ പരാമർശം നടത്തിയതാണ്. എങ്കിലും മഹസറും ഫോട്ടോയും കാണിച്ച് ഇതുവരെ പ്രതിരോധം തീർത്തു വരികയായിരുന്നു PS പ്രശാന്ത്. അതിപ്പോൾ തകരുകയാണ്. നമുക്ക് അങ്ങനെ അറിയേണ്ട കാര്യമില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പയറിങ്ങോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പൂജാകർമ്മങ്ങളോ ഇതൊക്കെ നടക്കുന്നത് അവിടുത്തെ തന്ത്രികളുടെ നിർദ്ദേശം അനുസരിച്ച് ദേവസ്വം ബോർഡ് ചെയ്തു കൊടുക്കലാണ് അവരുടെ ധർമ്മം. അത് ഗവൺമെന്റിനെ അറിയിക്കേണ്ട ബാധ്യത അവർക്കുമില്ല, അറിയാനുള്ള അവകാശം നമുക്കുമില്ല. ഇതാണ് അതിനകത്തെ വസ്തുത. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ തന്നെ അദ്ദേഹം മറ്റു വഴികളിലൂടെ അറിയിച്ചിരുന്നില്ല. അല്ല, അദ്ദേഹം കോടതി വെച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പക്ഷെ അറിഞ്ഞിരുന്നില്ല. ഗവൺമെന്റ് പറഞ്ഞതല്ല. അദ്ദേഹം കോടതി വെച്ചിട്ടുള്ള ആളാണ്. ഗവൺമെന്റ് ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം അറിയിക്കേണ്ടത് ഗവൺമെന്റ് അറിയിച്ച അത്തരം കാര്യങ്ങൾ. 2024-25 ഉണ്ടായിട്ടില്ല. അതുണ്ടാകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും തന്ത്രിയെയും അതുപോലെ തന്നെ ഇന്റലിജൻസ് ഓഫീസറെയും എല്ലാം സാക്ഷി നിർത്തി നന്നായി വീഡിയോ എടുത്ത് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി മഹസർ തയ്യാറാക്കി കൊണ്ടുപോയ വഴിക്ക് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരുടെ സാന്നിധ്യത്തിൽ തന്നെ വാഹനത്തിൽ സുരക്ഷാ സമയത്തോട് കൊണ്ടുപോയി. താങ്കൾ മന്ത്രിയായിരുന്ന സമയത്ത് അതെ അങ്ങനെയാണ്. താങ്കൾ അറിയേണ്ട കാര്യമില്ല. അത് ഞാൻ അറിയേണ്ട കാര്യമില്ല. അതും അവർ തന്നെയാണ് ചെയ്തത്. അവർ കൊടുത്ത വഴിയാണ് പറഞ്ഞത്. അവർ വിശദീകരിച്ച കാര്യം അവരങ്ങനെ കൊണ്ടുപോയി തിരിച്ചത് കോടതിയിൽ അവരങ്ങനെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ദേവസ്വം മരാമത്ത് വിഭാഗത്തെ പോലും അറിയിക്കാതെയാണ് സ്വർണ്ണപ്പാളികൾ ഇളക്കിയതെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്.
ഹൈക്കോടതിയിൽ SIT കൊടുത്ത ഇടക്കാല റിപ്പോർട്ടിൽ 2019 അതേ സ്മാർട്ട് ക്രിയേഷൻസും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെ 2025 ഇടപാടിലേക്ക് കടന്നു വന്നത് സംശയകരമാണെന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ 2019 പോലെയുള്ള ക്രമക്കേട് 2025 ഉണ്ടായിട്ടില്ലെന്നാണ് ദേവസ്വം മന്ത്രിയുടെ വാദം. അതായത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ആയിരുന്ന സമയത്തുള്ള ആ ക്രമക്കേട് താൻ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന ഈ സമയത്ത് ഉണ്ടായിട്ടില്ല എന്ന്. പ്രതിപക്ഷം ഇക്കാര്യം ഉന്നയിച്ചാണ് VN വാസവന്റെ രാജി ആവശ്യപ്പെടുന്നത്. ദേവസ്വം മന്ത്രി അറിയാതെ ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോകില്ലെന്നാണ് ആരോപണം. മന്ത്രിയുടെ രാജിയാണ് ആവശ്യം. SITയുടെ മീതെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനാവശ്യമായ സമ്മർദ്ദം ഇത് അവസാനിപ്പിക്കണം. മന്ത്രി വാസവൻ രാജിവെക്കണം. ഈ 2 ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. നേരത്തെ ഒരു ഡിമാൻഡും കൂടി ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണമെന്ന്. അതവർ മാറ്റി. അതിൽ തുടരാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗവും ശക്തമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത്. മന്ത്രി വാസവൻ അവിടെ തുടരുകയാണ്. സർക്കാരിന്റെ കൃത്യമായ സമ്മർദ്ദത്തിന്റെ പുറത്താണ് SIT പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇതിനപ്പുറം തെളിവെന്താണ് വേണ്ടത്? ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യമുണ്ട്. സർക്കാരിന്റെ സത്യത്തിൽ അധികാരത്തിൽ തുടരാൻ യാതൊരു അവകാശവും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലെ വിധി കൂടി വന്ന സാഹചര്യത്തിൽ, നിരീക്ഷണം കൂടി വന്ന സാഹചര്യത്തിൽ ഈ സർക്കാർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് മുഴുവൻ ഒത്താശയും കൊടുത്ത സർക്കാരിന് ധാർമ്മികമായി തുടരാൻ യാതൊരു അവകാശവുമില്ല. വിശ്വാസികളെ അവരുടെ ഏറ്റവും വേദനിപ്പിച്ച സർക്കാരായിട്ട് സർക്കാർ മാറിയിരിക്കുകയാണ്. ആരുടെ കൈകൾക്കാണ് വിലങ്ങ് വെക്കേണ്ടി വരിക? CPM-അറിയാം. ആദ്യം പിടിച്ച 2 പേർ ജയിലിൽ കിടക്കുന്നവർ, അവർ CPM-ന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത 2 സന്നദ്ധ സഹചാരിയാണ്. തെളിവുകളിലേക്ക് പിന്നീടും പോയാൽ ഒരുപാട് CPM-ന്റെ ആളുകൾ കൈവിലങ്ങുമായി ജയിലിൽ പോകേണ്ടി വരും എന്ന് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അറിയാം. എന്നതുകൊണ്ട് തന്നെ അന്വേഷണം വിട്ടില്ലേ? അന്വേഷണം നിർത്തിയില്ലേ? അന്വേഷണം പോരാത്തതിന്റെ പേരിൽ ഈ നാട്, ഈ ജനങ്ങൾ ആകെ അക്ഷമരായി നിന്നില്ലേ? സ്വർണം കിട്ടാത്ത ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അതിന് കിട്ടാത്ത ഈ നാട്, അതിന് വാങ്ങിക്കൊടുക്കാൻ സാധിക്കാത്ത കഴിവില്ലാത്തൊരു സർക്കാർ, ഈ സർക്കാർ എന്തിന് ഈ നാട് ഭരിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കണം. ദേവസ്വം ബോർഡിൽ സർക്കാരിനോ മന്ത്രിക്കോ ഇടപെടാൻ അധികാരമില്ലെന്ന വാദമുയർത്തി ദേവസ്വം മന്ത്രി ഇതിനെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും അത് പ്രതിരോധിക്കുവാനുള്ള വെറും കാരണമായേ കാണാനാവൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും നിയമിക്കുന്ന സർക്കാർ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുന്നു. ദേവസ്വം മന്ത്രി VN വാസവന്റെ രാജിയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റും പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ UDF-നെയും സ്വർണ്ണക്കൊള്ളയിലേക്ക് വലിച്ചിടാൻ പഠിച്ച പണി 18 പയറ്റുകയാണ് CPM. മന്ത്രിമാർ പോലും ഇതിന് മുന്നിട്ടിറങ്ങുന്നു. പഴയ വീറും വാശി ഉത്സാഹമൊന്നും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതാക്കൾക്കും കാണാത്തതെന്താ? അവർക്കൊരു ഉൾക്കിടിലം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ പ്രതിപക്ഷ നേതാവല്ലേ SITയെ നാഴികയ്ക്ക് 40 വട്ടം ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്? 2 ഉദ്യോഗസ്ഥരെ SITയിൽ ഉൾപ്പെടുത്തിയതിനെ പരസ്യമായിട്ട് വിമർശിച്ചത് ഈ പ്രതിപക്ഷ നേതാവല്ലേ? പഴയ ഉത്സാഹം കാണുന്നില്ല, പാരഡിപ്പാട്ടിലും തീരെ താല്പര്യം കാണിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരൊന്നും അതിലൊന്നും താല്പര്യം കാണിക്കുന്നില്ല. കാരണം എല്ലാവർക്കും മനസ്സിലായി, 20 കൊല്ലം മുമ്പുള്ള UDF-ന്റെ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം വരുന്നു എന്ന് വന്നപ്പോഴാണ് ഇപ്പോൾ പഴയ വീറും വാശിയും ശബരിമലയുടെ കാര്യത്തിൽ ഇല്ലാത്തത്. അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ പിന്നാക്കം പോകുന്നത്. യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യാൻ വയ്യാത്തത് ഇവിടെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, വാസുവിനെ അറസ്റ്റ് ചെയ്തു, തന്ത്രി അറസ്റ്റ് ചെയ്തു, പോറ്റി അറസ്റ്റ് ചെയ്തു. ഇത്രയും പേര് അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് 2 പ്രാവശ്യം ഹൈ സെക്യൂരിറ്റിയുള്ള UPയുടെ ചെയർപേഴ്സൺ ആയിരുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം ഏലസ് കെട്ടുന്നതിന് വേണ്ടി പോയപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താലല്ലോ എന്തിനു വേണ്ടി അവിടെ വന്നു, ഏലസ് എവിടെ നിന്ന് വന്നു, എന്തൊരു ഏലസ് ആയിരുന്നു, എത്ര പവൻ ഉണ്ടായിരുന്നു എന്നെല്ലാം കിട്ടുള്ളൂ. അതിലും മുമ്പും അവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ആ കുടുംബത്തെ വേട്ടയാടിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതിനോടൊന്നും എല്ലാ കാര്യങ്ങളും യോജിക്കുന്നില്ല. പക്ഷെ അതൊരു പുതിയൊരു കാര്യമല്ലെന്ന് ഞാൻ പറയുകയാണ്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ എന്തിനു പോയി? 2 പ്രാവശ്യമാണ് പോയത്. അതും MP-മാരും കോൺഗ്രസിന്റെ MP-മാരും ദേവസ്വത്തിന്റെ അന്നുണ്ടായിരുന്ന ഭാരവേളം കൂട്ടിക്കൊണ്ടാണ് പോയത്. 1 പ്രാവശ്യം മനസ്സിലാക്കാം, 2 പ്രാവശ്യം എന്തിനു പോയി? അത് ആൾക്കാർക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്.
ഞങ്ങളെ സംബന്ധിച്ച് അന്നും ഇന്നും ഒരേ നിലപാടാണ്. ഞങ്ങൾ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. സോണിയാഗാന്ധിയെ കാണാൻ ഈ കേസിലെ ഏറ്റവും പ്രമുഖമായ സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രതിയും സ്വർണം തട്ടി കൊണ്ടുപോയിട്ട് വിറ്റ കളവ് മുതൽ വാങ്ങിയ ആളും എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നം അവതരിപ്പിച്ചതേ തെറ്റായി എന്നാണ്. ഞാൻ പോറ്റിയെ കണ്ടു എന്ന് പറയുന്നത് 2019 ഞാൻ ആദ്യം ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിന്റെ MP ആകുന്നു. MP ആയതിനു ശേഷം ആണ് അദ്ദേഹം എന്നെ വന്ന് അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. പങ്കെടുത്ത് ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ട അവസരത്തിൽ ഞാനിവിടെ സ്ഥലത്തില്ലാതിരുന്ന സമയമാണ്. അവിടെയുള്ള പാർട്ടി പ്രവർത്തകരും മറ്റും എന്നെ അറിയിച്ചു, ഇങ്ങനെ ഇന്ന ആളിൻ്റെ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ആളാണ്, ശബരിമലയിലെ പോറ്റിയാണ് എന്ന് പറഞ്ഞ് അവിടെ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഞാൻ പോയിരുന്നു. അത് വീട്ടിൽ പോയിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. ഞാനത് ഒന്നും മറച്ചുവെക്കാൻ വേണ്ടിയല്ല. പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും അകമ്പടി സേവിച്ചതുമാണ് പിടിവള്ളി. അടൂർ പ്രകാശും പോറ്റിയുമായുള്ള കൂടുതൽ ഫോട്ടോകളും CPM ഹാൻഡിലുകളിൽ നിറഞ്ഞാടുന്നു. ഇത് കണ്ടറിഞ്ഞാണ് ഫോട്ടോകൾ അല്ല ഞങ്ങളുടെ ആയുധം ഹൈക്കോടതിയുടെ പരാമർശങ്ങളാണെന്ന് പ്രതിപക്ഷം പറയുന്നത്. അതിൽ ന്യായവുമുണ്ട്. ഹൈക്കോടതിയിൽ വിജിലൻസും പ്രത്യേക അന്വേഷണ സംഘവും കൊടുത്ത റിപ്പോർട്ടുകളിലൂടെയാണ് 2019 സ്വർണ്ണക്കൊള്ളയുടെ രഹസ്യങ്ങൾ പുറത്തു വന്നത്. 2024-25 ഇടപാട് സംശയകരമാണെന്ന് ഹൈക്കോടതിയാണ് പരാമർശം നടത്തിയത്. ഇതൊന്നും പോറ്റിയും കടകംപള്ളിയും ഒത്തുള്ള ഫോട്ടോയിൽ നിന്ന് വന്ന തെളിവുകളല്ല. ഞാൻ ഈ പോറ്റിയുടെ വീട്ടിൽ വർഷമൊന്നും എനിക്ക് ഓർമ്മയില്ല, 17, 18, 19 ആ ഒരു കാലത്ത് എപ്പോഴും ആണ്. അത് കൃത്യമായിട്ടും അറിയണമെങ്കിൽ അത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയം ആ കാലത്ത് എപ്പോഴോ ഒരിക്കൽ ശബരിമല പോകുന്നു എന്നുള്ള കാര്യം, അന്ന് പോകുന്നു എന്നുള്ള കാര്യം പോറ്റി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അന്ന് ആ വീട്ടിൽ നടക്കുന്നൊരു ചെറിയ ചടങ്ങുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ചടങ്ങിൽ എന്നെ പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ നല്ല ഒരു നിർബന്ധം വന്നപ്പോൾ ഇന്നത്തെ പോറ്റിയല്ല അന്നത്തെ പോറ്റിയെക്കുറിച്ച് എനിക്ക് വലിയ ബഹുമാനവും അതുപോലെ തന്നെ ഒരു ശരിയായിട്ടുള്ള അയ്യപ്പ ഭക്തനും എന്നുള്ള നിലയിലാണ് ഞാൻ പോറ്റിയെ കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പോയി. ഞാൻ സ്വകാര്യമായിട്ട് പോയതല്ല, രഹസ്യമായിട്ട് പോയതല്ല. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ്, 1-2 പോലീസ് ജീപ്പ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് ആ വീട്ടിൽ പോയത്. ആ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങ് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഏതോ കുട്ടിയുടെ ചടങ്ങാണെന്നാണ് എൻ്റെ മനസ്സിൽ അന്നും ഇപ്പോഴൊക്കെ പറയുന്നത്. ഞാൻ കരുതുന്നതും അങ്ങനെയാണ്. ആ ചടങ്ങിൽ പങ്കെടുത്ത് അവിടുന്ന് ഭക്ഷണവും കഴിച്ചാണ് ഞാൻ ശബരിമലയ്ക്ക് പോയത്. ചിലരെയൊക്കെ മന്ത്രിമാരായിരുന്നവർ, ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്നവർ, അവരെയൊക്കെ ചോദ്യം ചെയ്തത് പരമരഹസ്യമായിട്ടാണ്. എന്താണ് ആ ചോദ്യം ചെയ്യലിൽ നിന്ന് വെളിവാക്കപ്പെട്ട കാര്യങ്ങൾ? ചോദ്യം ചെയ്യലിനെ മുൻ മന്ത്രി വിശേഷിപ്പിച്ചത് അഭിമുഖമെന്നാണ്. ആ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കണം. ഗവൺമെന്റിന്റെ നിയന്ത്രണം അവരുടെ മേലുണ്ട്. ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും ഞങ്ങളെതിരല്ല. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം സമ്മതിക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഓർമ്മ കുറവുണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ചിലതും അദ്ദേഹം മറയ്ക്കാനും ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത്. ഈ SIT നാടകം അവസാനിപ്പിച്ചുകൊണ്ട് SITയെ നിയോഗിച്ച് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിന് പകരം ഈ കേസ് CBI അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ ഉള്ളുകള്ളികൾ മുഴുവൻ പുറത്തു വരികയുള്ളൂ. ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഈ സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ 10 കൊല്ലമൊന്നുമല്ല, ഇത് 10-15 കൊല്ലമായിട്ട് നടക്കുന്ന കാര്യമാണ്.
ഇതിന്റെ ഒരു കൃത്യമായി 100% തെളിവാണിത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ പ്രോത്സാഹിച്ചത് പിണറായി വിജയനും മാത്രമല്ല, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധി ആണെന്ന് ഞങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. CPM എത്ര പ്രതിരോധം തീർത്താലും 2019 ഇടപാടിൽ നിന്ന് തലയൂരാനാവില്ല. വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതിൽ UDF ഭരണസമിതിയെ കുടുക്കാനുള്ള നീക്കം പാളിയതോടെ ഫോട്ടോകളുമായി ഇറങ്ങിയാലും 2019 കൊള്ളയും ക്രമക്കേടും ക്രമപ്പെടുത്താൻ 2024 25 നടത്തിയ നീക്കങ്ങൾ അതിലേക്ക് അന്വേഷണം എത്തുമോ എന്നേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ. കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തിയായിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരു മാറാടും രണ്ടാം മാറാടും എന്നല്ല ഉണ്ടാവുക. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതിന് പറ്റിയ സമീപനമാണ് RSSും സ്വീകരിക്കുന്നത്. മാറാട് പോലെ ഒന്നാം മാറാടും രണ്ടാം മാറാടും നോക്കി നിന്നു. ഇവർ തലശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് നോക്കി നിന്നു. അതിനെ ശരീരം കൊടുത്തുകൊണ്ട് ജീവൻ ബലി കൊടുത്തുകൊണ്ട് നേരിട്ട പ്രസ്ഥാനമാണ് എൻ്റെ പ്രസ്ഥാനം. അധികാരം ഉറപ്പിക്കാനും അധികാരത്തിലേക്ക് തിരിച്ചു വരാനും പച്ചയ്ക്ക് വർഗീയത പറയാൻ ഒരു മടിയുമില്ലാതെ മുന്നണികൾ മത്സരിക്കുന്നു. LDF ആണോ UDF ആണോ കൂടുതൽ വർഗീയത പറയുന്നത് എന്നതിലും തർക്കമില്ല. LDF തന്നെ വർഗീയത പറയുന്നതിൽ മുന്നിൽ, അതും സമുന്നത നേതാക്കളിൽ നിന്നും മന്ത്രിയിൽ നിന്ന് പോലും. വർഗീയത പറഞ്ഞിട്ട് ഖേദം പ്രകടിപ്പിക്കുന്നവരും പറഞ്ഞതിൽ നേരിയ മാറ്റം വരുത്തുന്നവരും ഉറച്ചു നിൽക്കുന്നവരും അവരെയല്ല ഇവരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് കൈ കഴുകുന്നവരും ശ്രദ്ധിക്കുക. ആരെയാണ് ഉദ്ദേശിച്ചതെന്നറിയാൻ പ്രാപ്തിയുള്ളവരാണ് മലയാളികൾ. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരു അമ്മവറ്റ മക്കളെ പോലെ ജീവിക്കുന്ന സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കണം, എല്ലാവരും മത്സരിക്കണം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ആകെ അങ്കലാപ്പിലാണ് CPM. ആര് എന്ത് പറയുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയാൽ പോലും മനസ്സിലാകില്ല. ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം കൈവിട്ടു എന്ന ആശങ്കയിലാണ് CPM. അവരുടെ നേതാക്കളുടെ പ്രസ്താവനയിൽ നിഴലിക്കുന്നത് ഇനി ഹൈന്ദവ വോട്ടുകളെ ഞങ്ങളെ അധികാരം നിലനിർത്താൻ സഹായിക്കൂ എന്ന അപകടകരമായ തോന്നലാണ്. ഇതിന് മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്താൻ ഒരു മടിയും കാട്ടാത്ത നേതാക്കൾ, അവരെ തള്ളിപ്പറയാത്ത അല്ലെങ്കിൽ മൗനം പാലിക്കുന്ന പാർട്ടി. ഇത് പതിവ് കാഴ്ച. വർഗീയ രീതിയിലുള്ള ഒരു പരാമർശം പാർട്ടിയുടെ ഒരു ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവുന്നത് ഒരു തരത്തിലും പാർട്ടി അംഗീകരിക്കുന്നില്ല. ഈ നിലപാടാണ് പാർട്ടി പൊതുവെ സ്വീകരിക്കുന്നത്. ആ പൊതു സ്വീകാര്യത നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടിട്ടുണ്ട്. ഇല്ല, നടപടിയൊന്നുമില്ല. നടപടിയല്ലല്ലോ, എല്ലാറ്റിനും പരിഹരിക്കുകയല്ലേ. അദ്ദേഹം തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചല്ലോ, ഖേദം പ്രകടിപ്പിച്ചല്ലോ. പിന്നെ നടപടി എന്താണ്? അല്ലല്ല, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞിട്ടല്ല ആദ്യം പറഞ്ഞതും, ഞങ്ങൾ പറഞ്ഞിട്ടല്ല ഈ പറഞ്ഞ ഖേദം പ്രകടിപ്പിച്ചതും. ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സഖാവ് AK ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടെ ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്നത്. CPM തീരുമാനിച്ചിട്ടില്ല. CPM ഇങ്ങനെ പറയാൻ കഴിയോ? അത് മാത്രമല്ല, എങ്ങനെയാ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ആഭ്യന്തരമന്ത്രി ആവുക? ആഭ്യന്തരമന്ത്രി പോയിട്ട് ഒരു മന്ത്രിയാൻ കഴിയോ അവർക്ക്? അതല്ലേ കേരളത്തിന്റെ സ്ഥിതി. ഇനി ഇവിടെ UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല. UDF അധികാരത്തിൽ വരുമ്പോഴല്ലേ ജമാഅത്ത് അധികാരത്തിൽ വരുന്നോ ഇല്ലയോ എന്നുള്ള പ്രശ്നം പരിശോധിക്കേണ്ടത്. ആദ്യമായിട്ട് ഞാൻ പറയാ, അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അപ്പം അതിൻ്റെ ഭാഗമായി ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് ജയിലിൽ പോകും. NSS SNDP യോജിപ്പും CPM ഉദ്ദേശിക്കുന്ന ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതും അപകടകരമായ തീക്കളി. ശക്തമായ ഭരണവിരുദ്ധ വികാരത്തെ മതസാമുദായിക ധ്രുവീകരണത്തിലൂടെ നേരിടാനുള്ള തന്ത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ശബരിമല വിഷയത്തിൽ പോലും പിണറായി സർക്കാരിന് പിന്തുണയുമായി വന്ന NSSനും SNDPക്കും പക്ഷേ വൻ തോൽവിയിൽ നിന്ന് LDFനെ രക്ഷിക്കാനായില്ല. വർദ്ധിത വീര്യത്തോടെ 100 സീറ്റ് എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ച VD സതീശനെ ഉന്നമിട്ടാണ് ഇപ്പോൾ സമുദായ ഐക്യ പ്രഖ്യാപനം നടത്തുന്നത്. SNDP NSS തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു പ്രശ്നമേ ഇനി ഉണ്ടാകാൻ പോകും. ഏതെല്ലാം കാര്യത്തിൽ നിലപാടെടുക്കണമോ എന്നുള്ളതിനെ പറ്റി ഞാൻ ചർച്ച ചെയ്യും. രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടി വന്നാൽ അതെടുക്കും.
അതെല്ലാം അവരവരുടെ നിലപാടനുസരിച്ച് സമദൂരത്തിൽ പോട്ടെ എന്ന് അവർ തീരുമാനിച്ചാൽ അങ്ങനെ പോകും. അതല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടമനുസരിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കണമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ പോകും. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇപ്പോൾ സമദൂരം തന്നെയാണ്. അതാരുമായിട്ട് ചർച്ച ചെയ്ത് മാറ്റാനൊന്നും പറ്റുന്ന കാര്യമില്ല. ആ ഒരു സമീപനം ആ സമീപനത്തോട് അദ്ദേഹത്തിന് യോജിപ്പുണ്ടോ ഇല്ലോ എന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഞങ്ങളത് കൂടെ പോകും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കൂടെ അദ്ദേഹത്തിന് പോകും. അത് ഐക്യത്തിന് തടസ്സമാവുകയും NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഉണ്ട്. ഇപ്പം NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ 3-4 കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുണ്ട്. അതിന് കോട്ടം വരുന്ന തരത്തിൽ ഒരു ഉണ്ടാകത്തില്ല. പ്രവൃത്തി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ CPM തള്ളിപ്പറയാത്തപ്പോൾ ശക്തമായി എതിർക്കുന്നത് VD സതീശനാണ്. സുകുമാരൻ നായർക്കും പ്രിയങ്കരനല്ല VD സതീശൻ. സതീശനെ ഒറ്റപ്പെടുത്താനുള്ള നായർ ഈഴവ ഐക്യം. ഇതിനിടെ കോൺഗ്രസിനുള്ളിൽ പടലപ്പിണക്കമുണ്ടാക്കാനുള്ള അടവു നയവും. മറുവശത്ത് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ UDF. ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ള യോഗ്യത ഇവിടുത്തെ ഇന്ന് നിലവിലുള്ള കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അന്ന് അത് അനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ആരെയില്ല. അത് ഞങ്ങൾക്ക് എന്നാ ഗുണം കിട്ടാനാണ്? രമേശ് ചെന്നിത്തല ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് എന്നാ കിട്ടാൻ? അവരാരും യോഗ്യരല്ല. അപ്പോൾ വരാൻ പോകുന്നത് എന്നാന്ന് കണ്ടറിഞ്ഞു. അതൊക്കെ ഈ തരത്തിലാണ് കയ്യിലിരിപ്പെങ്കിൽ അത് അതിൻ്റെ ഫലം അനുഭവിക്കും. ഞാൻ അവരുടെ പ്രായവും അവരിയ്ക്കുന്ന സ്ഥാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു വാക്കും മോശമായിട്ട് ഞാൻ പറയില്ല. പക്ഷേ വർഗീയതയ്ക്കെതിരായിട്ട് പറയും. വർഗീയത ആര് പറഞ്ഞാലും പറയും. എനിക്കെന്ത് സംഭവിച്ചാലും അതായത് രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ചൊരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് MLA ഇരിക്കുമ്പോൾ. എന്താ പറഞ്ഞത്? അവരൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞത് സമുദായ നേതാക്കൾ. അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ, കിടക്കരുന്നു. അത് രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത്. അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്നാൽ മതി. ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വാചകം. മനസ്സിലായോ? ഞാൻ കിടക്കൂലല്ലോ അവരൊന്നും മുമ്പിൽ. ഞാൻ അവരുടെ മുമ്പിൽ ഇരിക്കുള്ളൂ അവരിയ്ക്കാൻ പറഞ്ഞാൽ. സാമുദായിക സംഘടനകൾ യോജിക്കുന്നതിൽ ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. അത് കുറേയൊക്കെ സാമുദായിക ഐക്യം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കും. പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചലനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സമുദായ സംഘടനകൾ യോജിക്കുന്നതിൽ പാർട്ടി ഒരു തെറ്റും കാണുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. ഞാൻ NSSൻ്റെ SNDPയുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. SNDPയെ ബഹുമാനിക്കുന്നുണ്ട്, NSSനെ ബഹുമാനിക്കുന്നുണ്ട്. ഇവരെയൊന്നും മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമൂഹത്തോടൊക്കെ തന്നെ ബഹുമാനത്തോടെ നിന്ന് അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കും. പക്ഷേ ഞങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിയുടേതായ നിലപാടുണ്ട്, അത് ഉറച്ചു നിൽക്കും. സമുദായ നേതാക്കന്മാരുമായി നല്ല സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അവരുമായൊരു തർക്കത്തിന്, വ്യക്തിഗത തർക്കത്തിലേക്ക് ഞങ്ങളാരും നീങ്ങുന്നില്ല. അല്ലല്ല, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ എല്ലാ ആളുകളുടെയും ആഗ്രഹം, ആവശ്യം. നല്ല സൗഹൃദം എല്ലാവരുമായിട്ട് നിലനിർത്താൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും പരിശ്രമിക്കും. ആരും ഒറ്റയ്ക്കല്ല. തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പതിവാണെങ്കിലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വേർതിരിവുകൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം മതനിരപേക്ഷതയിൽ ഊറ്റം കൊള്ളുന്നവർക്ക് നല്ലതല്ല. വികസനം മുന്നോട്ട് വെച്ച് BJP മൂന്നാം ശക്തിയാകാനുള്ള നീക്കം നടത്തുമ്പോഴാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ട് ബാങ്കുകൾ വേർതിരിച്ച് ലക്ഷ്യം വെച്ചുള്ള LDF UDF തീക്കളി.